യേശുവിൻ്റെ മഹനീയ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി ഈ ഹോപ്പ് ചാനൽ സ്റ്റുഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം രണ്ടാമത്തെ 10 കൽപ്പനയെക്കുറിച്ചാണ്. രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ചാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാനും അവിടുത്തെ തിരുവചനത്തിൽ നിന്ന് ധ്യാനിപ്പാനും തന്ന ഈ സമയത്തിന് നന്ദിയോടെ സ്തോത്രം. രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ച് അടികൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അടികളുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി തീരുവാനും അങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആയിരിക്കാനും കർത്താവ് സഹായിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയുടവിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കഴിഞ്ഞ ദിവസം 10 കൽപ്പനയുടെ ആരംഭത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അത് സീനായ് മലയിൽ ദൈവം മോശയോടും അതുപോലെ ഇസ്രായേൽ മക്കളോടും പറയുകയും 2 കൽപ്പനകളിൽ എഴുതുകയും അങ്ങനെ കൊടുത്തതായ ഈ 10 കൽപ്പന അത് വിശുദ്ധമാണ്, അത് എന്നേക്കുമുള്ളതാണ്, അത് പൂർണ്ണ തികവുള്ളതാണ് എന്നിങ്ങനെയൊക്കെ നാം പഠിക്കുകയുണ്ടായി. അതുപോലെ കഴിഞ്ഞ ദിവസം 1-ാമത്തെ കൽപ്പനയെക്കുറിച്ച് നാം പഠിച്ചു. അതായത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഇന്ന് 2-ാമത്തെ കൽപ്പന നാം പഠിക്കുകയാണ്. അത് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യമാണ്. അത് പറയുന്നത് ഒരു വിഗ്രഹം ഉണ്ടാക്കുക. 4 മുതൽ 6 വരെയാണ്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമി കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. അതെ, വളരെ നീണ്ടതായി എഴുതപ്പെട്ട ഏതാനും ചില കൽപ്പനകളിൽ ഒന്നാണ് ഇത്. അതായത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. നമുക്കറിയാം, ഈ നാം ജീവിച്ചിരിക്കുന്നതായ ഈ ചുറ്റുപാടിൽ അതെ അനേക മതവിശ്വാസികളുണ്ട്, അനേക വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. ഇത് അനുശാസിക്കുന്നതാണ് ദൈവമല്ലാതെ വേറൊരു വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് എടുത്തു പറയുന്ന ഒരു കൽപ്പനയാണ് ഇത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ മീതെ സ്വർഗത്തിലെങ്കിലും, അതായത് നമുക്കറിയാം ആകാശത്തിൽ ഉള്ള അനേക വസ്തുക്കളിൽ പക്ഷികളെ ആരാധിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ജന്തുക്കളെ ആരാധിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഭൂമിക്ക് കീഴെ ഭൂമിയിലെങ്കിലും, ഈ ഭൂമിയിൽ നമുക്കറിയാം നാനാവിധമായ വ്യക്തികളുണ്ട്, ജന്തുക്കളുണ്ട്, അവയൊക്കെയും ആരാധിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ അതെ പക്ഷിയെ മത്സ്യത്തെ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്നാണ് ഈ കൽപ്പന അനുശാസിക്കുന്നത്. അത് നമുക്കതിനെക്കുറിച്ച് സ്വല്പമായി ചിന്തിക്കാം. അതായത് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ആദ്യ വിഗ്രഹാരാധന എന്ന് തുടങ്ങി എന്നുള്ളത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. അതേ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരു ചിത്രീകരണം ഇപ്രകാരം പറയുന്നു, ഇൻ ദ ഗ്രീൻ ഫീൽഡ്സ് അണ്ടർ ദ ഷാഡോ ഓഫ് ദ ഗോഡ്ലി ട്രീസ് ദേ സെറ്റ് അപ്പ് ഓൾട്ടേഴ്സ് ഓഫ് ദെയർ ഐഡൽസ്. അതായത് മരത്തിൻ്റെ കീഴിൽ, പ്രത്യേകിച്ച് നല്ല പച്ച മരങ്ങളുടെ കീഴിൽ, നല്ല കാണാൻ കൊള്ളാവുന്ന മരങ്ങളുടെ കീഴിലൊക്കെയും എന്ത് ചെയ്തു, അവരവരുടേതായ ദൈവങ്ങളെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യ പ്രവണത. അതെ, ആവർത്തന പുസ്തകം 4:19 ഞാൻ വായിക്കുന്നു, നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിൻ്റെ ദൈവമായ യഹോവ ആകാശത്തിൽ കീഴങ്ങുമുള്ള സർവ്വജാതികൾക്കുമായി പങ്കിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സൂര്യനെ ആരാധിക്കുന്നവരുണ്ട്, ചന്ദ്രനെ ആരാധിക്കുന്നവരുണ്ട്, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അതെ, ആകാശത്തിൽ കാണുന്നതായ പല കാര്യങ്ങളെയും ആരാധിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? അത് ജാതികൾ കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ വീണ്ടും ആവർത്തന പുസ്തകം 17:3 ഞാൻ വായിക്കുന്നത്, ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും ചെയ്താൽ അവരെ എന്ത് ചെയ്യണമെന്ന് ദൈവം പറയുകയാണ്.
അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 17-16 ഞാൻ വായിക്കുന്നു, അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെയൊക്കെയും ഉപേക്ഷിച്ച് കളഞ്ഞ് തങ്ങൾക്ക് 2 കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ചു, അശേരപ്രതിഷ്ഠയും ഉണ്ടാക്കി ആകാശത്തിലെ സകല സൈന്യം നമസ്കരിച്ച് ബാലിനെ സേവിച്ചു പോന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ കാര്യമാണ് ഇത് പറയുന്നത്, വേറെ ആരുടെയല്ല. അവരെന്ത് ചെയ്തു? ദൈവത്തിന് ഇഷ്ടകരമല്ലാത്തതായ അനേക കാര്യങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രവണത. വീണ്ടും 2 രാജാക്കന്മാർ 21:3 ഞാൻ വായിക്കുന്നു, അതായത് രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായ അനുഭവമാണ്. തൻ്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ച് കളഞ്ഞ പൂജാഗിരികൾ അവൻ വീണ്ടും പണിതു, ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി, ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേര പ്രതിഷ്ഠിച്ചു, ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു. അപ്പോൾ ഈ ഒരു വിഗ്രഹാരാധനയുടെ അവസ്ഥ പഴയ നിയമകാലം മുതലേ ഉണ്ടായിരുന്നു. അതെ, പിന്നീട് എസെക്കേൽ പ്രവാചകൻ 8:14 പറയുന്നത്, അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും മധ്യേ നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ട് തിരിച്ചുകൊണ്ട് നിന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സൂര്യ നമസ്കാരം, ചന്ദ്രനെ നമസ്കരിക്കുക, നക്ഷത്രങ്ങളെ നമസ്കരിക്കുക, അതുപോലെ ആകാശമണ്ഡലങ്ങളുള്ളതായ പല കാര്യങ്ങളെ നമസ്കരിക്കുക, ഈ ഒരു രീതി അതേ പഴയ നിയമകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവയൊക്കെയും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, അത് നിർത്തുവാൻ വേണ്ടിയാണ് ദൈവം ഈ 10 കൽപ്പനയിൽ 2ാമത്തെ കൽപ്പനയായ വിഗ്രഹം ഉണ്ടാക്കരുത് എന്നിങ്ങനെയുള്ളത് കൊടുത്തത്. അത് വീണ്ടും 2 രാജാക്കന്മാരുടെ പുസ്തകം 17:8-11 വരെ വായിക്കുന്നത്, യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നീക്കളഞ്ഞ ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളും പൂജാഗിരികൾ പണിതു. അപ്പോൾ ഇതൊക്കെയും എന്തു ചെയ്തു? യഹോവയെ കോപിപ്പാൻ തക്കമുള്ള ദോഷമായ കാര്യങ്ങൾ അവർ ചെയ്തു എന്ന് പറയുണ്ടായി. വീണ്ടും യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, അത് 2:8-9 വാക്യങ്ങളിൽ, അവരുടെ ദേശത്തെ വിഗ്രഹങ്ങൾ നിറഞ്ഞിരുന്നു, സ്വവരൽ കൊണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു, മനുഷ്യൻ വണങ്ങുന്നു, പുരുഷൻ കുനിയുന്നു, ആകയാൽ നീ അവരോട് ക്ഷമിക്കരുതേ എന്ന് യെശയ്യാവ് പറയാണ്. അത് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 115:4-8 വരെ, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിൽ സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിൽ നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുമില്ല, അവയെ ഉണ്ടാക്കുന്നവൻ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അപ്പോൾ ഈ വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് ദൈവം പറയുമ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു അനുശാസന പ്രവാചകന്മാരിലൂടെ ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നെ കേൾക്കുകയും എന്നെ കാണുകയും ചെയ്യുന്നവർ ഏവരുമേ, അതെ, നാം ശ്രദ്ധിക്കുക. ദൈവം നിഷ്കർഷയായി പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അതെ, ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തിയുണ്ടാക്കുവാൻ അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹത്തിൻ്റെ ആശ്രയിച്ചുകൊണ്ട് മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ അതിനാലോ എന്ത് പ്രയോജനം? മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്കുക എന്ന് പറയുന്നതിന് അയ്യോ കഷ്ടം. അത് ഉപദേശിക്കുമ്പോൾ പൊന്നും വെള്ളിയും പൊന്നിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ ശ്വാസം ഒട്ടുമില്ലല്ലോ. അങ്ങനെ അതേ അനവധിയായ ഉദ്ധരണികൾ തിരുവചനത്തിൽ ഈ വിഗ്രഹം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ 44 പറയുന്നുണ്ട്, അതെ, ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ ഉറപ്പിക്കുകയും ഒരു അശവും നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യനെ തീ കത്തിക്കാൻ ഉതകുന്നു. അവൻ അതിൽ കുറേ എടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിന് മുൻപിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. അതിൽ ഒരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ട് തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടു നിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞ നല്ല കുളിർ മാറി എന്ന് പറയുന്നു. അതിന് ശേഷിപ്പുകൊണ്ട് അവനൊരു ദേവനെ, ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിന് മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ, നീ എൻ്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല, കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവണത എപ്രകാരമുണ്ട്? ഇത് വസ്തുനിഷ്ഠമായിട്ട് അതേ മനുഷ്യൻ്റെ പ്രവണതയെ, സ്വഭാവത്തെ യെശയ്യാവ് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. അത് ഈ കൽപ്പനയിൽ തന്നെ പറയുന്നതാണ്. അത് ഈ തീക്ഷ്ണതയുള്ള ദൈവം അതെ മറ്റുള്ള വിഗ്രഹങ്ങളുമായിട്ട് മറ്റുള്ളവരുമായിട്ട് തൻ്റെ മഹത്വത്തെ പകരം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുന്ന 42 ഞാൻ യഹോവ അത് തന്നെ എൻ്റെ നാമം,
ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും കൊടുക്കുകയില്ല. വീണ്ടും 48:11 പറയുന്നത്, എൻ്റെ നിമിത്തം തന്നെ ഞാനത് ചെയ്യും. എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കുകയില്ല. അതായത് ദൈവം, നമ്മുടെ ദൈവം ഇങ്ങനെയുള്ള ദൈവമാണ്. അതെൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവർ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുമെന്നാണ് ഈ കൽപ്പന അനുശാസിക്കുന്നത്. ആയതുകൊണ്ട് നമ്മുടെ പ്രവണത എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ, അതെ, പ്രത്യേകിച്ച് ഒരു ദേശത്തായിരുന്നപ്പോൾ അവിടെ വീട്ടിലുള്ളതായ ഒരു വാക്കത്തി മൂർച്ച വരുത്തുവാൻ്റെ കൊണ്ണം ഒരു കൊല്ലൻ്റെ അടുത്ത് പോകേണ്ടതായ ആവശ്യം വന്നു. അപ്പോൾ ആ ദേശത്ത് അന്ന് ഒരു വലിയ ഉത്സവം നടക്കുകയാണ്. അപ്പം കൊല്ലൻ അവിടെ കാണുമോ ഇല്ലയോ എന്നുള്ളതായ ഒരു സംശയം എനിക്കുണ്ടായിരുന്നെങ്കിലും ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിക്കൊണ്ട് ഈ വാക്കത്തി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ ആ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ഉത്സവത്തിന് പോയില്ല? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതായ കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. മറ്റൊന്നുമല്ല, പാസ്റ്റർ അറിയാമോ, ആ വിഗ്രഹം ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പോൾ ആ വിഗ്രഹത്തെ പോയി വണങ്ങുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മകനെ വണങ്ങുന്നതല്ലേ നല്ലത്. അപ്പോൾ അതിനകത്ത് എത്രമാത്രം അർത്ഥമാണ്. അതായത് ആ വ്യക്തിയാണ് ആ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ പ്രതിഷ്ഠ ഉണ്ടാക്കിയത്. നമുക്കറിയാം, പഞ്ചലോഹങ്ങൾ കൊണ്ടും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കുന്നതായ ദൈവങ്ങളെ ആരാധിപ്പാൻ തക്കവണ്ണം അതേ ഈ വളരെ അതിശയമായി അത്ഭുതകരമായി സൃഷ്ടിച്ച ഈ മനുഷ്യൻ ദൈവത്തെ മറന്നിട്ട് അവൻ തന്നെ ഉണ്ടാക്കിയതായ വിഗ്രഹത്തെ നമസ്കരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് അതിവിടെ പറയുന്നത്, നിൻ്റെ ദൈവമായ യഹോവയെ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിച്ചു. എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും എന്നാണ് ദൈവം പറയുന്നത്. ആയതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് അത് ഈ കൽപ്പന അനുസരിക്കുന്നത്, അത് അനുഭവത്തിലാക്കി തീർക്കുന്നത്? അതായത് ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ ഉണ്ടാക്കരുത്, ആരാധിക്കരുത് എന്ന് പറയുന്നു. അത് ഇസ്രായേൽ മക്കളോട് താൻ പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 34:12 മുതൽ 15 വരെ ഞാൻ വായിക്കുന്നു. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക, അല്ലാഞ്ഞാൽ അത് നിൻ്റെ മധ്യേ ഒരു കണിയായിരിക്കും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അന്യദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീക്ഷ്ണൻ എന്നാകുന്നു, അവൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ആയതുകൊണ്ടാണ് ജാതികളുടെ ഇടയിൽ പോകുമ്പോൾ അവരുമായി ഇണയില്ല പിണ കൂടരുത് എന്ന് പറയുന്നത്. കാരണം വശീകരിപ്പാൻ തക്കവണ്ണം, ആകർഷിപ്പാൻ തക്കവണ്ണം, ആകർഷിത എടുക്കുവാൻ തക്കവണ്ണം മനുഷ്യഹൃദയങ്ങൾക്കൊരു പ്രവണതയുണ്ട്. അത് നമുക്കറിയാം. ടി വിയിലും അതുപോലുള്ളതായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കാണുമ്പോൾ നല്ല വെളിച്ചം, പല തരത്തിലുള്ളതായ നിറവർണ്ണങ്ങൾ, ഇതൊക്കെയും കാണുമ്പോൾ മനുഷ്യനെ ആകർഷിക്കുന്നു. എന്നാൽ നമ്മെ സൃഷ്ടിച്ചതായ ദൈവം മഹത്വമേറിയവനാണ്, അവന് സ്തുത്യവാനാണ്. എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം എന്ത് ചെയ്യണം? മാറി നിൽക്കണം. വീണ്ടും ആവർത്തന പുസ്തകം 4:23-24 ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ മറന്ന് ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിനെയും സദൃശ്യമായ വിഗ്രഹം ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിൻ്റെ ദൈവമായ യഹോവ എങ്ങനെയുള്ളതാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, അവൻ തീക്ഷ്ണയുള്ള ദൈവം തന്നെ. അപ്പോൾ ഇത് തിരുവചനത്തിൽ എടുത്ത് പറയുകയാണ്, നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ളവനാണ്. അവൻ മനുഷ്യൻ്റെ ദോഷങ്ങളെ 2, 3, 4 തലമുറ വരെ തുടരും. എന്നാൽ അവനെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ആയതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുമതല, എൻ്റെ ദൈവമായ ഇടപാട് എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയുകയാണ്, ഈച്ച് മാൻ സ്റ്റാൻഡ്സ് ബിഫോർ ഗോഡ് റെസ്പോൺസിബിൾ ഓൺലി ഫോർ ഹിസ് ഓൺ ആക്ട്സ്. അറ്റ് ദ സെയിം ടൈം ഗോഡ് ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ ലോസ് ഓഫ് ഹെറിഡിറ്റി. അതായത് നമുക്കറിയാം, 2, 3 തലമുറകൾക്ക് വരെ പാപത്തിൻ്റെ അനന്തരഫലം ദർശിക്കുന്ന ചില ആരോഗ്യ നിയമങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചില രോഗങ്ങളൊക്കെ ഉണ്ട്. ക്യാൻസർ, അല്ലെങ്കിൽ ക്ഷയം, അങ്ങനെ ഇപ്പോൾ എല്ലാം എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ഞാൻ പറയുകയാണ്. തലമുറകളായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? പിതാക്കന്മാർ ചെയ്ത കുറ്റത്തിൻ്റെ അനന്തര ഫലം
അതെ മക്കളുടെ മക്കളും അനുഭവിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ ഈ ചില പിതാക്കന്മാർ ദുഷ്ടന്മാരായിരുന്നു, എന്നാൽ ചില മക്കൾ നല്ലവരായിരുന്നു. അങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ട്. അതിനെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ പറയുന്ന പ്രകാരമാണ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യം വഹിക്കേണ്ട. നീതിമാൻ്റെ നീതി അവൻ്റെ മേലും, ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. എന്നാൽ പലപ്പോഴും മക്കൾക്ക് ശാരീരികമായുള്ള ചില ദോഷങ്ങളൊക്കെ വരാറുണ്ടെങ്കിലും അവനവൻ നല്ലവനായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവനവൻ്റെ നന്മ അവൻ തന്നെ അനുഭവിക്കും. എന്നാൽ ഈ പ്രവണതകൾ, അതായത് ഇപ്പം നമുക്കറിയാം, ആദാമിൻ്റെ പാപം മൂലം ആ പാപത്തിൻ്റെ അനന്തരഫലം മക്കളിലേക്ക് പകർന്നു വന്നതുപോലെ അതെ നമുക്ക് പലതരത്തിലുള്ളതായ പ്രവണതകളുണ്ട്. എന്നാൽ യേശുവോട് നിന്നുകൊണ്ട്, ധൈര്യത്തോടുകൂടി നിന്നുകൊണ്ട് പിശാചിനെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ കണിശമായിട്ടും ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. എന്നാൽ ഈ അനന്തരഫലം, അതായത് രോഗം, ആരോഗ്യ നിയമങ്ങൾ, ഇതൊക്കെയും അതിൻ്റേതായ പിന്തുടർച്ച ഉണ്ടായേക്കാം. അതായത് ജുവനൈൽ ഡെലിൻക്വൻസി എന്ന വാക്ക് നിങ്ങൾ കേട്ടുമായിരിക്കും. അതായത് ഇടപ്രായക്കാർക്കുണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെയും, അതൊക്കെയും ദൈവത്തിൻ്റെ സത്യം നമ്മെ, അതായത് പാപ വഴികളിൽ ജീവിച്ചതായ പിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ അനന്തരഫലമാണ് നമ്മെ സന്ദർശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതെ, വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് 12:20 ഞാൻ വായിക്കുന്ന, അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് അനീതി പ്രവർത്തിക്കുന്നവരെ ഏവരുമായുള്ളവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് പറയുന്നതുള്ള കേൾവി കേൾക്കാൻ നാം ഇടയായിത്തീരരുത്. പിന്നെയോ ദൈവകൽപ്പനയും അതേ അവൻ്റെ യേശുവിൻ്റെ വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം, അതേ ഈ 10 കൽപ്പന എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ, അത് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി അത് എന്നേക്കുമായിട്ട് നമുക്കൊരു പാഠമായി തീരണം. അതായത് ചിലർ പറയും, ഇത് ഞങ്ങൾക്ക് ബാധകമല്ല. അതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത്, ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പാപമില്ലായിരുന്നു, അവരുടെ പാപത്തിന് ഒഴിവ് കഴിയില്ല. കാരണം ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? നാം പാപമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതായത് നാം അറിഞ്ഞതിന് ശേഷം, അതിനെ അപ്പോസ്തല പ്രവൃത്തിയിൽ 17:30 പ്രകാരം ഞാൻ വായിക്കുന്നു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം അലക്ഷ്യമാക്കാതെ എപ്പോഴും എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അത് ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അത് വീണ്ടും നാം ആവർത്തിക്കുകയാണെങ്കിൽ അതിന് ഒഴിവ് കഴിവില്ല. ആയതുകൊണ്ട് അറിയായ്മയുടെ കാലങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവം ക്ഷമിക്കുന്നു. എന്നാൽ ദൈവത്തെ എതിർക്കുന്നവർക്ക്, ദൈവത്തെ വെറുക്കുന്നവർക്ക് അവരുടേതായ ശിക്ഷ ഉണ്ടാകാതിരിക്കുകയില്ല. All a man need to do classify himself among those who hate God is love him less than he loves the other person or things. അതായത് യേശു ക്രിസ്തു പ്രകാരം പറയുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 14:26 ഞാൻ വായിക്കുന്നു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതായത് ഞാനല്ലാതെ ഒരു അന്യദൈവം ഉണ്ടാകരുത്. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക. ദൈവികമായ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ളതായ വിഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഈ കൽപ്പന അനുശാസിക്കുന്നത്. അതെ, വീണ്ടും അതിൻ്റെ ഈ കൽപ്പനയുടെ അവസാനം പറയുന്നത്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, എത്രയോ കുടുംബങ്ങൾ, എത്രയോ ദേശങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. കാരണം ദൈവത്തെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവർക്ക് അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. നമുക്കറിയാം, യഹൂദ വംശം, അതേ ഇസ്രായേൽ ദേശം, അവിടെ ഈ കാര്യങ്ങൾ ശരിയാണ്, എത്രയോ ശാപവും ദുഷ്ടതയും ഒക്കെ ഉണ്ടായിരുന്നാലും ദൈവം അനുഗ്രഹിച്ചൊരു സമൂഹമാണ് യഹൂദവർഗം. അവരുടെ ഇടയിൽ വളരെ ജ്ഞാനമുള്ളവരുണ്ട്, ധനവാന്മാരുണ്ട്. കാരണം ദൈവം അനുഗ്രഹിച്ചൊരു സമൂഹമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനയും അതേ ദൈവത്തിൽ നിന്ന് അകലെയും യേശുക്രിസ്തുവിനെ അവർ വെറുക്കുകയും ചെയ്തുകൊണ്ട് അവരെ ഭൂമിയിൽ പലയിടത്തായിട്ട് വലിച്ചെറിയപ്പെട്ടു. എങ്കിലും എന്നെ സ്നേഹിച്ചതിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ അതേ നമുക്ക് ദൃശ്യമായി കാണുവാൻ തക്കവണ്ണം അതേ പലരെയും പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്ക സാധിക്കുന്നു. അത് ദേശങ്ങളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, കാരണം ദൈവത്തെ അനുസരിച്ചതുകൊണ്ട്. ആയതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ മനുഷ്യൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എവിടെയാണ് എന്ന് നാം ഓർക്കുക. അതേ ഒരു വ്യക്തി പ്രകാരം എഴുതിയിരിക്കുന്നു, ഇറ്റ് ഈസ് ത്രൂ ഒബീഡിയൻസ് ദാറ്റ് ട്രൂ ലവ് ഓഫ് ഗോഡ് ഈസ് ഷോൺ.
Since God himself is love and he dealing with his creatures are motivated by love. So എല്ലാവരെയും ഈ സ്വഭാവം, എല്ലാവർക്കും ഈ സ്വഭാവം നിഴലിട്ട് കാണുവാണ്ടക്കോണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതേ തന്നെ സ്നേഹിതൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു എന്ന് തിരുവചനം നമ്മെ അനുശാസിക്കുമ്പോൾ, അതിൻ പ്രകാരം ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്ന ഒരു വ്യക്തിയായിരിക്കണം നാം. അതെ, പലപ്പോഴും പല ക്രിസ്ത്യാനികളും അവരെന്ത് ചെയ്യുന്നു, അവർ ക്രിസ്ത്യൻസ് ആണെന്ന് ക്രിസ്ത്യാനികളെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് അനവധിയായ ദേവന്മാർ അല്ലെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഉള്ള അനേക കാര്യങ്ങളുണ്ട്. അതൊക്കെയും എന്താണ്? വിഗ്രഹാരാധനയാണെന്ന് പറയുന്നു. അതായത് നാം കൊടുക്കേണ്ടത് ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക. അത് എല്ലാറ്റിൻ്റെയും എല്ലാമായ ദൈവത്തെ നാം പൂർണ്ണമായിട്ട് ആരാധിക്കുക. അതിനെക്കുറിച്ച് കർത്താവ് പറയുണ്ടായല്ലോ, ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊന്നും ആ കാര്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും, ഇതൊക്കെ നമുക്ക് സ്നേഹഭാജനങ്ങളാണ്. അതായത് നമുക്കറിയാം, അപ്പനും അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കാണ് സ്നേഹമില്ലാത്തത്? അത്രമാത്രം ക്രൂരത, ദുഷ്ടത അല്ലെങ്കിൽ ആ വ്യക്തികൾ അന്യോന്യമുള്ള വ്യക്തിബന്ധത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഭാര്യയെ സ്നേഹിക്കുന്നവർ ഈ ഒട്ടുമുക്കാലും വരും. പക്ഷേ ചിലർക്ക് ഇടയ്ക്കും പഴയ്ക്കും ചിലരൊക്കെ അങ്ങനെ ഭാര്യയെ സ്നേഹിക്കാത്തവരുണ്ട്, മക്കളെ സ്നേഹിക്കാത്തവരുണ്ട്, സഹോദരന്മാരെയും സഹോദരികളെ സ്നേഹിക്കാത്തവരുണ്ട്. എന്നാലും പൊതുവായിട്ട് നാം കാണുന്നൊരു കാഴ്ച എന്താണ്? അതായത് തങ്ങൾക്കുള്ളവരെ ഭാര്യ അല്ലെങ്കിൽ അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ ഇവരെയൊക്കെയും. എന്നാൽ ഇവിടെ പറയുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും പറഞ്ഞ ശേഷം അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പാകാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം നമ്മുടെ സ്നേഹം അത് അൺഡിവൈഡഡ് ആയിരിക്കണം. അതായത് അവിടെ യാതൊരു വേർവ്യത്യാസം ഉണ്ടായിരിക്കരുത്. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക. ദൈവത്തെ കുറിക്കുന്ന യാതൊരു കാര്യവും നമുക്ക്, അതായത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ആകാശത്തിലോ ഭൂമിയിലോ ഭൂമി കീഴേ ഉള്ളത് അത് എന്തായിരിക്കണം? നമ്മുടെ എപ്പോഴുമുള്ള ഒരു തലവാക്യമായിരിക്കണം. കാരണം ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, യാതൊന്നിൻ്റെയും പ്രതിമയരുത്. അത് നാം തന്നെ മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ ചുറ്റുപാടുകളോട് അത് അനുശാസിക്കുക. ദൈവം തൻ്റെ സ്വന്തം വിരലുകളാൽ എഴുതി തന്നതായ ഈ കൽപ്പന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. കാരണം ഇവിടെ പറയുന്നുണ്ട്, എഫേസ് ലേഖനം 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിന് അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതെ, ഈ പട്ടിക നമുക്കറിയാം. ഇത് വേദപുസ്തകത്തിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് അത് സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ചെന്ന് തറഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. അതായത് വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി എന്ത് ചെയ്യില്ല? അവർക്ക് സ്വർഗരാജ്യത്തിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് പറയാനിടയാകരുത്. ആയതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇതുവരെയും തിരുവചനം ധ്യാനിപ്പാൻ തന്ന ഈ വലിയൊരു സമയത്തിന് നന്ദിയോടെ സ്തോത്രം. കേൾപ്പിച്ച ദൂതിന് നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾ അവിടുത്തെ പൂർണ്ണമായി സ്നേഹിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.